നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും റേറ്റിംഗുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മലയാളത്തിലും ഇതേ സ്ഥിതി തന്നെയാണ്. മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഷോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. അതേസമയം ബിഗ് ബോസിലെ ഏറ്റവും ചർച്ചയാവുന്ന വിഷയം ലവ് ട്രാക്കാണെന്ന് ഭൂരിഭാഗം പേർക്കും അറിയാം. ഈ സീസണിലും അങ്ങനെ ഒരു ട്രാക്കിലൂടെ പോകുന്നവരുണ്ട്. ജാസ്മിനും ഗബ്രിയും നടത്തുന്ന ലവ് ട്രാക്കിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇരുവരുടേതും യഥാർത്ഥ പ്രണയമല്ലെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. എന്നാൽ പ്രണയചേഷ്ടകൾ കാണിക്കുന്നത് പ്രേക്ഷകരിൽ അതൃപ്തിക്ക് കാരണമായി. ഇതോടെ വ്യാപക വിമർശനവും പുറത്തുണ്ടായി. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ ഉള്ളിലിരിപ്പിനെ പറ്റി ചോദിച്ചറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ തിരിച്ചും ഇഷ്ടമാണെന്നും എന്നാൽ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നുമാണ് ഗബ്രിയുടെ മറുപടി. ഇത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയതോടെ പലതരം കഥകളായി. ജാസ്മിനാണ് ഗബ്രിയെ ഒഴിവാക്കിയതെന്നും അതല്ല ഗബ്രിയുടെ വെറും നാടകമാണിതെന്നും തുടങ്ങിയ കഥകൾ നിരവധിയായി. ആരെ തേച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോളിംഗ് വരെ നടത്തിയിരിക്കുകയാണിപ്പോൾ. ഗബ്രി ജാസ്മിനെ തേച്ചു എന്ന് 13% പേരാണ് പറയുന്നത്. എന്നാൽ ജാസ്മിൻ ഗബ്രിയെ തേച്ചു എന്നതിന് വെറും 4% ഉള്ളൂ. പുറത്ത് നെഗറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും പ്ലാൻ ചെയ്ത് പിരിയുന്നതാണെന്നാണ് 26% പേരും പറയുന്നത്. ആരെയും തേച്ചിട്ടില്ലെന്നും തിരിച്ചറിവ് തന്നെ ഉണ്ടായതാണെന്നും 1% പറയുന്നു. എന്നാൽ ഇത് അടുത്ത നാടകമാണെന്നും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും രണ്ടുപേരും ഒരുമിക്കുമെന്നുമാണ് 55% ആളുകൾ പറയുന്നത്. ജാസ്മിനും ഗബ്രിയും ചേർന്നുള്ള വെറും ഡ്രാമ മാത്രമാണിത്. സമാന രീതിയിൽ ഇരുവരും മുൻപ് പിരിയാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അടുപ്പം കൂട്ടാനേ സഹായിച്ചിട്ടുള്ളൂ. ഇനിയും അതിന് മാത്രമേ സാധ്യത കാണുള്ളൂ എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം.